പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന് അർത്ഥം വെച്ച് ഉപജീവനം കഴിക്കാൻ വേണ്ടിയാണോ, അതെങ്ങനെയാണ് പാപികളെ നന്നാക്കാനുള്ള ഒരു വഴി എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ലേ? അതുകൊണ്ട് പുതിയതൊക്കെ പഴയതാന്ന് വിചാരിച്ചത് വിട്ടാളി, പഴയത് പുതിയതാന്ന് വിചാരിക്കുന്നു വിട്ടാളി. ഇതാണ് പഴയത്. അൽഹംദുലില്ലാഹ്, ഇതാണ് പഴയത്. മഹാനായ മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹ് റിഫായി ശൈഖിനെ പോലെ, റിഫായി മൗലവി നോക്കി, വലിയ മുഫസ്സിറായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, മഹാനായിരുന്നു, അള്ളാഹുവിന്റെ വലിയ വലിയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് സ്വപ്നം, മാനസാന്തരം, എന്റെ ഈ പ്രവർത്തനം ഒരു പ്രത്യേകക്കാർക്കല്ലേ കിട്ടുന്നുള്ളൂ, വാഫിലീങ്ങളായ സാധാരണക്കാര് ദീനും നിക്കാരും എല്ലാം കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കിട്ടണമല്ലോ, അതിനെന്ത് ചെയ്യും? അവശേഷിച്ച ജീവിതം പിന്നെ അദ്ദേഹം വാളും നിർദ്ദേശമായിട്ട് ജനങ്ങളുടെ നടക്കലായിരുന്നു. എന്നിട്ടാണ് മഹാനായത്. വെറുതെ അല്ല നിങ്ങളെ പാർട്ടി അദ്ദേഹത്തിന് കിട്ടുന്നത്, തെബലീഗ് എതിർത്തിട്ടല്ല. ജീവിതത്തിന്റെ അവസാനം വരെ പിന്നീട് ദർസും മദ്രസക്കാട് നിർത്തിവെച്ചിട്ട് ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വാള് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ വരും, ദർസ് നടത്തിയാൽ ഒരു വിഭാഗം കുട്ടികൾക്ക് കിട്ടും, മദ്രസയിൽ ഒരു വിഭാഗം കുട്ടികൾക്ക് കിട്ടും. പക്ഷേ സമൂഹത്തിന്റെ സിംഹഭാഗം മേജറായ ആൾക്കാർ ഗഫലത്തിലായി, നിസ്കരിക്കാതെ, ദീനില്ലാതെ, അറിവില്ലാതെ പല അവസ്ഥയിലും കഴിയാണ്. അവർക്ക് ആര് പോകും? നമ്മളാണ് പോണ്ടത്. ആര്? ആലിമീങ്ങള്. ആലിമീങ്ങൾ ആരാണ്? പഠിച്ചവരും കുറച്ച് പഠിച്ചവരും വലിയൊക്കെ ആലിമീങ്ങൾ തന്നെ. അപ്പൊ അവർ മുന്നോട്ട് വന്നിട്ട് ഈ സാധാരണക്കാരനെ കൂട്ടിയിട്ട് പോകണം. എന്തുകൊണ്ട് അവർ പോകണമെന്ന് പറയാൻ കാരണം, അവർ വലിയ നമ്മൾ പോകണം. അന്ന് നമുക്ക് കുറച്ചൊക്കെ പറയാനറിയാലോ. നിസ്കരിക്കണം എന്ന് പറയാൻ എങ്ങനെ നിസ്കരിക്കണം പറഞ്ഞോളൂ, അത് വലിയവരോട് ചോദിച്ചോട്ടെ. എത്ര എളുപ്പമുണ്ട് കാര്യം. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം എന്നൊക്കെ പറയാൻ അറിയെങ്കിൽ അവൻ അത് പറയണം. എങ്ങനെ നിസ്കരിക്കണം അത് എനിക്ക് അറിഞ്ഞൂടാ, ഈ ഉസ്താദിനോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ എളുപ്പ സംഗതി. നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് പറയാം. അതും മൊയ്തീൻ ശൈഖ് തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാതെ പിന്നെ ഞാനത് പറഞ്ഞു വിട്ടുപോയി. ഈ സ്വപ്നത്തിനെ പറ്റി ഒരു വിശ്വാസപ്പം ഞാൻ കേസറ്റ് കേട്ട് വന്നു. ഏതെങ്കിലും കാലത്തൊക്കെ അതും വന്നിട്ടുണ്ടാവുമല്ലോ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇല്യാസ് എന്നവര് അദ്ദേഹത്തിന്റെ വിശ്വാസദാർഢ്യത കണ്ടിട്ടാണ്, ഈമാന്റെ കമാലിയത്ത് കണ്ടിട്ടാണ് എനിക്ക് സഹാബാക്കളുടെ ഈമാൻ എങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അബുൽ ഹസൻ അലി നദി പറയുന്ന, എന്റെ ജീവിതത്തിലേക്ക് കാര്യമായ മാറ്റം വരുത്തിയിരിക്കുന്നത് അദ്ദേഹമാണ് എന്ന് അദ്ദേഹം പറയുന്ന, അങ്ങനെ ലോകത്തിലെ വലിയ വലിയ പണ്ഡിതന്മാരെ ഹിദായത്തിലേക്കും നേർവഴിയിലേക്കും നയിച്ചിട്ടുള്ള മഹാമനുഷ്യനായ ശൈഖ് മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഗംഗോഹിയെ കുറിച്ചാണ് ഞാൻ തവക്കലിന്റെ കാര്യം പറഞ്ഞത്. പണ്ട് നിസ്കരിക്കുമ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനത്തെ കറാമത്തുകളുടെ സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ആസിൻ നാനോത്തവി റഹ്മത്തുള്ളാഹി വന്നു. ഒരു 10-11 മണി 12 മണി സമയത്ത് ഗംഗോഹിൽ വന്നു. അപ്പം ദാഹിക്കുന്നു. പുതിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ ഒരു നാറ്റം, ഒരു ശവത്തിന്റെ നാറ്റം. എന്താണ് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അത് വേറെ ആൾക്കാർ നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ, എന്തോ ചീഞ്ഞ് മണക്കുന്നുണ്ട്, എന്തോ ഒരു നാറിയ അവസ്ഥ, ഇതെന്തോ ഒരു അസാധാരണത്തുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഹദ്റത്ത് ഗംഗോഹിയോട് പോയി ചോദിച്ചു, ഇതെന്താണ് ഈ സ്വാദമാറ്റം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ വെള്ളായി തന്നെ വെച്ചിട്ട് മൂടിയിട്ടേക്ക്. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ളുഹറായി. നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരു ദിക്റിന്റെ ഹൽക്ക. അദ്ദേഹം കൂടി കുറെ നേരം തഹ്ലീൽ ദിക്ർ ചെയ്ത് ഹൃദയ സുഖക്കായി അദ്ദേഹം ദുആ ചെയ്തു. കഴിഞ്ഞു. ഇങ്ങനെ മജ്‌ലിസ് പലപ്പോഴും ഉണ്ടാകുന്നതാണ്. അത് കഴിഞ്ഞു. കഴിഞ്ഞ ശേഷം യാദൃശ്ചികമായി വെള്ളമെടുത്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പൊ ആദ്യം നോക്കിയവരൊക്കെ നോക്കി, ഒരു വ്യത്യാസമില്ല, വെള്ളത്തിന് നല്ല സ്വാദ്. അപ്പൊ ഇതെന്താ, പിന്നെ അത്ഭുതമായല്ലോ. ആദ്യം ഇങ്ങനെ ചവന്നാറി, ഇപ്പോൾ അതില്ല. വീണ്ടും ശൈഖിനോടൊന്ന് ചോദിച്ചു, എന്താണ് അതിന്റെ സിറ്? ഇതാണ് അവരുടെ അസ്റാർ എന്നൊക്കെ പറയണ്ടല്ലോ. ഈ അസ്റാറിന്റെ ആൾക്കാരുടെ നമുക്ക് ഈ വാഹിര്യങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന്റെ സിറ്, രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ പുതിയ പാത്രമുണ്ടാക്കാൻ വേണ്ടി എടുത്ത മണ്ണ് അദാബ് നടക്കുന്ന ഒരു മനുഷ്യന്റെ ഖബറിലെ മണ്ണായിരുന്നു. അതുകൊണ്ടാണ് ആ വ്യത്യാസം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമ്മൾ ദിക്ർ ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിൽ ദുആ ചെയ്തപ്പോൾ അള്ളാഹു തആല ആ മനുഷ്യന് മഗ്ഫിറത്ത് കൊടുത്തു. അതുകൊണ്ടാണ് ആ വെള്ളത്തിന്റെ സ്വാദ് മാറിയത്. ഇത് ഭൗതികമായ കണ്ണുകൊണ്ട് കാണോ? ഇങ്ങനത്തെ ആൾക്കാരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയോ? കുറ്റം പറയാൻ എളുപ്പമല്ലേ? അതുപോലെയാണ് ഖൗമ് എന്ന് പറഞ്ഞ ഔലിയാക്കന്മാരാണ്. അതിനാണ് ബാഴ്സ് ലോകവും ഉറുദുവിൽ പറഞ്ഞത്. ബാഴ്സ് ലോകവും ചില ആൾക്കാർക്ക് സ്വപ്നം വഴി റിയാള മുജാഹദ വഴി കിട്ടാത്ത പുരോഗതി ഉണ്ടാകുന്നു പറഞ്ഞു. ചില ആൾക്കാർ നീ അത് ഇവര് മനസ്സിലാക്കി നമ്മളെ പോലത്തെ ആൾക്കാരാണ്. അല്ല,
അത് ഖൗം എന്ന് പറയുന്ന ഔലിയാക്കന്മാരെ ഉദ്ദേശിച്ചാണ്. അവർ ചില ഔലിയാക്കന്മാർക്ക് തസവ്വുഫിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് മുജാഹദ അത് ദേഹത്തിന് പാകപ്പെടുത്താൻ വേണ്ടി സൂഫിയാക്കൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതുപോലെ തന്നെയാണ് എന്താണ് റിയാള. ഈ അത് മുഖേന പ്രയത്നം ചെയ്ത് കിട്ടുന്നതിനധികം ചിലപ്പോൾ സാലിഹ സ്വപ്നം വഴി പുരോഗതി ഉണ്ടാകും, അള്ളാഹുമാലെ ലഖാക്കിലേക്ക് എത്തിച്ചാൻ സാധിക്കും. എന്നാൽ ഈയിടെയായി എനിക്ക് സ്വപ്നത്തിൽ സഹീഹായ ഇൽമുകൾ കിട്ടുന്നുണ്ട്, ഈ സ്വപ്നം വഴി അള്ളാഹുവിന്റെ ഇൽമു കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഉറക്കം വർദ്ധിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഈ എഴുതിയ ആളൊരു ബ്രാക്കറ്റ് ഇട്ടു. ആ ബ്രാക്കറ്റ് അന്നും ഇന്നും എല്ലാ അടിയിലും ഉണ്ട്. എഴുതിയ ആളെ വകയാണ്, പറയുന്ന ആള് ബ്രാക്കറ്റ് ഇടൂലല്ലോ. ഉഷ്ണം കാരണമായി ഉറക്കം കുറവായതുകൊണ്ട് ഹക്കീം സാഹിബിന്റെയും ഡോക്ടർ സാഹിബിന്റെയും നിർദ്ദേശം അനുസരിച്ച് എണ്ണം മാറി ചെയ്തപ്പോൾ ഉറക്കത്തിൽ പുരോഗതി ഉണ്ടായി എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് അവസാനിച്ചു. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട അഹ്ലുൽ സുന്നത്തിന്റെ ലേബലിൽ സ്വർഗത്തിലേക്ക് നേരെ കടക്കുന്നു പറഞ്ഞ ആൾക്കാര് പരസ്യമായി ആ ബ്രാക്കറ്റ് തട്ടി കട്ടു. എന്നിട്ട് ഇത് അദ്ദേഹം പറഞ്ഞ വാക്കാക്കി തലയിൽ എണ്ണിട്ട് മാറിച്ചിട്ടാൽ സ്വപ്നം വരും എന്ന് അയാൾ പറഞ്ഞു നാക്കി മാറ്റി. ആ ബ്രാക്കറ്റ് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ അയാൾ ബ്രാക്കറ്റ് ഇത് പറയില്ലല്ലോ. അയാൾ എന്താ പറഞ്ഞത്? എനിക്ക് ഉറക്കം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ഇത് ഔലിയാക്കന്മാരുടെ ലോകത്ത് നടക്കാൻ ഈ മണ്ടന്മാർക്ക് മനസ്സിലാവണ്ടേ? ഷാഹുൽ കർമാനി, അതിനാണ് ഞാൻ ലളിതമായ കിതാബ് പറഞ്ഞത്. മുർഷിദിന്റെ ഷറഹ് എടുത്ത് നോക്കിയാൽ മതി. മലപ്പുറം ജില്ലാ സമസ്തയിലെ മറ്റുള്ള പ്രസിദ്ധീകരിച്ച വലിയ കിതാബ് മനസ്സിലായെങ്കിൽ അവിടെ ഇരിക്കട്ടെ. റിസാത്തുൽ ഖുർസിയും മറ്റൊക്കെ പിന്നെ നോക്കാം. അതിൽ പറയുന്നു, അദ്ദേഹം ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഒരു ദിവസം ഉറക്കം വന്നുപോയി. അതിൽ അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം കണ്ടപ്പോൾ കാന യതകല്ലഫുൻ നൗമ ബഅദ ദാലിക, അതിനുശേഷം അദ്ദേഹം പരിശ്രമിച്ചു ഉറക്കം ഉണ്ടാക്കുകയായിരുന്നു. എന്താ പറഞ്ഞത്? നീന്ത് ബനാനേക്ക് ലിയെ കോശിഷ് കറോ, നിങ്ങൾ പരിശ്രമിക്കണം എന്നാ പറഞ്ഞത്. ഷാഹുൽ കർമാനി എന്ത് ചെയ്തിട്ടുണ്ടാ കിതാബ് പറയണത്? അദ്ദേഹം ഉറക്കം വരാനിട്ട് ഉറക്കം ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കായിരുന്നു. മരുന്ന് കഴിച്ചിട്ടോ വേറെയുള്ള രീതിയിലോ ഒന്നും ഉറങ്ങിക്കിട്ടിയാൽ തിരക്കെല്ലാം നായി. തീരെ ഉറങ്ങാത്ത മനുഷ്യൻ, വിലായത്തിന്റെ മറ്റൊരു ദറജ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അല്ല നിങ്ങളല്ലേ ഉറങ്ങാതെ ഇബാദത്ത് ചെയ്ത് ഇപ്പൊ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ഉത്സാഹിക്കുന്നത്? അപ്പോഴദ്ദേഹം പറഞ്ഞു, വജത്തു സുറൂറ ഖൽബി ഫീ മനാമി ഫഅഹബബ്തു തനഉസ വൽ മനാമാ, എന്റെ ഹൃദയത്തിന്റെ ആനന്ദം എനിക്ക് സ്വപ്നത്തിലാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ ഉറങ്ങാനും സ്വപ്നം കാണാനും ഇഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയിലാണ് പറഞ്ഞത് എനിക്ക് സഹിയായ അറിവുകൾ കിട്ടുന്ന ഒരു സമയമാണ്, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? അത് ആ കോഡ് ഭാഷ മനസ്സിലാവാതെ ഈ സാധാരണക്കാര രീതിയിൽ പറഞ്ഞാൽ തെറ്റുമെന്നാണ് ഫത്വയിൽ മേലിൽ പറഞ്ഞിട്ടുള്ളത്. മുർത്തദായി പോകുന്ന ബാബിൽ പറഞ്ഞു, സൂഫിയാക്കളുടെ ഇസ്തിലാഹ് അറിയാത്തവർ അവരുടെ കിതാബുകൾ ഓതാൻ മുതാലാ ചെയ്യാനും പാടില്ല, നോക്കാൻ പാടില്ല. അതുകൊണ്ട് വഴിതെറ്റിപ്പോകും. എത്രയോ ആൾക്കാർ അങ്ങനെ പഴച്ചു പോയിട്ടുണ്ട്. ഈ പഴച്ചവരുടെ പ്രസംഗം ഹക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ പെടുത്താതിരിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള തൗഫീഖ് മുൻഗാമികളായ പൂക്കോട്ടൂരിന്റെ പൂർവികന്മാർ, രക്തസാക്ഷിത്വത്തിന്റെ ദൃക്സാക്ഷികൾ, അല്ലെങ്കിൽ ജീവിക്കുന്ന തെളിവുകളാ, മരിച്ചവരെല്ലാവരും. ഞങ്ങൾ ഉപ്പാപ്പാര് മരിച്ചിട്ടില്ല കേട്ടോ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാർ മരിച്ചുപോയവരാണ്, മറ്റു നാട്ടുകാരെ പോലെ നിങ്ങൾ മനസ്സിലാക്കണ്ട. അവർ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ റബ്ബിന്റെ അരികിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് അല്ലാഹു തആല ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ രക്തസാക്ഷികൾ. പച്ച നിറത്തിലുള്ള പ്രത്യേകതരം പറവകളുടെ മാടങ്ങളിൽ ഇരുന്നുകൊണ്ട് അള്ളാഹു അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന അതിബൃഹത്തായ വിശാലമായ സ്വർഗത്തിന്റെ മേഖലകളിൽ പറന്നു നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ പൗത്രന്മാരാകാൻ, പേരക്കുട്ടികളാകാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയ നിങ്ങൾ ഹക്കിന് വേണ്ടി ജീവിതം മാറ്റിവെക്കണം. യന്ത്രത്തോക്ക്, മെഷീൻ ഗണ്ണിന്റെ മുമ്പിൽ യന്ത്രത്തോക്ക് പുകമറ സൃഷ്ടിച്ച് ബ്രിട്ടീഷുകാർ അബദ്ധത്തിൽ ഏറ്റുമുട്ടൽ നടന്നുപോയത് കൊണ്ട് അവരുടെ കയറി വന്ന വണ്ടിയുടെ ടയറിന് വെടിവെക്കാനാണ് നിർദ്ദേശമെങ്കിലും ഇതറിയാതെ വന്ന 1-2 പേർ ആദ്യം വെടിവെട്ടിച്ചു പോയത് കൊണ്ട് ഒരു 100-300ഓളം ആൾക്കാരുടെ രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് പട്ടാളം പുകമറ സൃഷ്ടിച്ച് ആ മറയിൽ തന്നെ യന്ത്രത്തോക്ക് നാട്ടി അതിലേക്ക് ആഞ്ഞെടുത്തു ചെന്ന ആൾക്കാരെ അതിനു മുമ്പിൽ ഇരയായി ഷഹീദായി പോയിട്ടുണ്ട്. അവിടെ പിന്മാറിയിട്ട് പുറത്ത് വെടികൊണ്ടിട്ടല്ല നിങ്ങളെ പൂർവ്വന്മാർ മരിച്ചത്. കുഫാറിന്റെ ആയുധങ്ങൾക്ക് മുമ്പിൽ വിരിമാറ് കാണിച്ചു മരിച്ച ആ പൂർവ്വന്മാരുടെ നിങ്ങൾ ബാത്തിൽ മുമ്പിൽ ഹക്കിനെ കൈയൊഴിക്കരുത്. എനിക്കതാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഹക്ക് ഹക്കാണെന്ന് പറയാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. ഇല്ലാത്തത് പറയാൻ ഇനി ഇവിടെ പറ്റില്ല, നിങ്ങൾ പറയണം.
ഇല്ലാത്ത പറയും ഞാനാണ് എന്നെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവരണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കിതാബിൽ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ധരിപ്പിച്ചില്ലേ? ഓലതാ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതാ അത്തഹിയാത്ത് എന്നുള്ള വാക്ക്, അസ്സലാമു അലൈക്കും എന്നതാ പറയണത്. എന്നിട്ട് നിങ്ങൾ എന്താന്ന് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഫോൺ നമ്പർ ഇവര് തരും, ഞാൻ വന്നോളാം ഇൻഷാ അല്ലാഹ്. അല്ല നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം, ഞാൻ നിങ്ങൾ സ്വീകരിച്ചോളാം, ഒരു കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദന്മാർക്ക് ആലിമീങ്ങൾക്ക് ഒരു മുറാജഅത്തിന് അവസരം കൊടുക്കുക. മുറാജഅത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അവരെപ്പോഴും അള്ളാഹുവിനെ പേടിക്കുന്ന ആലിമീങ്ങളായിരുന്നു. ഉള്ള അറിവും കഴിവും വെച്ചുകൊണ്ട് അദ്ദേഹം ധാരാളം മസാലകൾ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നു. പിന്നെയും കൂടി ഇതുകൂടെ രിഹലത്തൊക്കെ നടത്തി അറിവിന്റെ മേഖല വർദ്ധിച്ചു. അവ കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും അപ്പറഞ്ഞതല്ല ശരിയെന്ന് അദ്ദേഹം കണ്ടു, അതിൽ വിശദീകരണം കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ മസാലകൾ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു. ഖദീമായ ഖൗല് മാറ്റി ജദീദായ ഖൗല് പറഞ്ഞു. കാരണം എന്താ? പടച്ചാനെ പേടിച്ചിട്ടാണ്. അതിലും കൂടുതൽ തെളിവ് കിട്ടിയപ്പോ ഇതിനെ അംഗീകരിച്ചു, മറ്റേത് മാറ്റിട്ടു. നമ്മൾ പറഞ്ഞറിയോ, ഒരു തീരുമാനം എടുത്താൽ പിന്നെ അത് മാറ്റുന്ന പാരമ്പര്യം ബഹുമാനപ്പെട്ട സമസ്തക്ക് ഇല്ല. അത് ഇബ്ലീസിന്റെ നയാണ്. ഇമാം ഷാഫി അള്ളാഹുവിന്റെയോ അള്ളാഹിനെ പഠിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ ആൾക്കാരുടെ നയം അതല്ല. ആരാണ് നമ്മുടെ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു? നമ്മുടെ മാതുരിദി അശേന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? വിശ്വാസം എന്താണെന്ന് അറിയണമെങ്കിലും അദ്ദേഹം ആരായിരുന്നു കൂട്ടരെ? മുഅ്തസിലി വിഭാഗത്തിന്റെ അഹ്ലുസുന്നത്തിന് വ്യതിരിച്ചു മുഅ്തസിലി വിഭാഗത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. 1-2 ദിവസമല്ല, 10, 30, 40 വർഷം ജീവിതത്തിന്റെ സിംഹഭാഗം. ഹത്താ സാറ ഇമാമല്ലഹും. ജുബായി വലിയ വാദാനായിരുന്നില്ല. അയാൾക്ക് വേണ്ടി സ്റ്റേജിലേറി ജനശ്രദ്ധ ആകർഷിച്ചിരുന്നത്, മുഅ്തസിയാക്കൾക്ക് വേണ്ടി പ്ലാറ്റ്ഫോം വീര്യം കൂട്ടിയിരുന്നത് മഹാനായ അബുൽ ഹസനിയായിരുന്നു. അദ്ദേഹം എന്താ അങ്ങോട്ട് സുന്നിയാകാൻ കാരണം? നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നത്തെ ഈ തബ്ലീഗിനെ എതിർക്കുന്നതിന് സ്വപ്നം കണ്ടു എന്നുള്ള കാരണം പറഞ്ഞ് തള്ളുന്ന ആൾക്കാർക്ക് അഹ്ലുസുന്നത്ത് ജമാഅത്തിൽ അണിനിരക്കാൻ കഴിയില്ല. അബുൽ ഹസൻ അശ്അരി ഇമാമെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി റമളാൻ മാസത്തിലെ ആദ്യത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബുൽ ഹസൻ, നീ നിന്റെ പരിപാടി മാറ്റണം. എന്നെപ്പറ്റി എന്താണോ റിവായത്തായി കിട്ടുന്നത് അതിൽ ബുദ്ധി കലർത്തി വ്യാഖ്യാനിക്കാതെ അത് അപ്പടി നീ പ്രബോധനം ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. നീ ഇപ്പൊ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു, ഒക്കെ മാറ്റി പറയണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആകെ അന്തം വിട്ടുപോയി. പടച്ചോനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ നടുവിലെ 10 വീണ്ടും കണ്ടു. അയാൾ അസ്വസ്ഥനായി. എന്താണ് താമസം, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, നബിയേ, ഇത്രയും കാലമായി ജനങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു പറഞ്ഞ് തെളിയിച്ചു കൊണ്ടുവന്ന കാര്യം ഇനി എങ്ങനെയാണ് ഞാൻ മാറ്റിപ്പറയുക? അത് നീ നോക്കണ്ട, നീ അത് മാറ്റിപ്പറ. എന്നെപ്പറ്റി എന്താണോ റിവായത്ത് മുഖേന കിട്ടി അത് നീ പ്രചരിപ്പിക്ക്. അതാണ് ഹക്ക്. നീ മുഖേന അല്ലാഹു തആല ദീനിന് വലിയ സഹായമൊക്കെ കൊണ്ടുവരും. തുംസേ കാം വ്യാജാക നിവ്യാസ് റഹ്മത്തുള്ളാഹിനോട് സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കിതാബിലുണ്ട്, നിന്നീ മുഖേന ദീന് വലിയ സഹായം അല്ലാഹു തആല കൊണ്ടുവരും. ഇതേ വാക്ക് തന്നെയാണ് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ പറഞ്ഞത്. അദ്ദേഹം അസ്വസ്ഥനായി, പുറത്തിറങ്ങൽ മാറ്റി. നടുവിൽ 10 സ്വപ്നം കണ്ട ശേഷം പിന്നെ അദ്ദേഹം പുറത്തേക്കില്ല, വീട്ടിൽ തന്നെ. റമളാൻ മാസമായിട്ടും പള്ളിയിൽ വരുന്നില്ല. ഇന്ന് അദ്ദേഹം പുനർവിചനത്തിലാണ്. എന്തൊക്കെയാണ് ഞാൻ അബദ്ധം പറഞ്ഞു പോയത് തിരുത്തി, അങ്ങനെ മാറ്റി, മസ്ലകൾ മാറ്റി എഴുതി, മരിച്ചുപോയാൽ അള്ളാഹനെ കാണുന്ന അങ്ങനത്തെ പല കാര്യങ്ങളും മുഅ്തസിലി വിശ്വാസം മാറ്റി അഹ്ലുസുന്നത്ത് വിശ്വാസം രൂപം കൊടുത്തു. അവസാനത്തെ 10 27-ാം രാവ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എന്ന ധാരണയിൽ പണ്ട് കാലത്തെ അദ്ദേഹം ഉറങ്ങാറില്ല. ഒരു റമളാൻ മാസത്തിലും 27-ാം രാവ് ഉറങ്ങാതെ ഇബാദത്തിൽ മുഴുകലാണ് പതിവ്. പക്ഷെ ആ പ്രാവശ്യത്തെ 27-ാം രാവിന് അദ്ദേഹത്തിന് ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. ശക്തമായ ഉറക്കം വന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയി. അതിൽ 3ാമത് കണ്ടു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഇനി എന്താണ് നിനക്ക് താമസം, നീ ഉടനെ പോയി പ്രഖ്യാപിക്കുവാന്ന് പറഞ്ഞു. ശരി നബിയേ, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. പിറ്റേന്ന് അദ്ദേഹം വന്നു. ഇതോ ഇത്രയും പ്രസിദ്ധനായ ഇമാം പുറത്തേക്ക് വന്നിരിക്കുന്നു. ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരുന്നു. അദ്ദേഹം മെമ്പറിൽ കയറി ഒരു ഉപദേശം ചെയ്തിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഉപദേശിക്കല്ല, അദ്ദേഹത്തിന്റെ നീളക്കുപ്പായം, ആ പാണ്ഡിത്യത്തിന്റെ പൗരോഹിത്യത്തിന്റെ കുപ്പായം ആള് കാണുവാണ് അങ്ങോട്ട് ഊരി മെമ്പർമ കയറിയിട്ടേ, ഞങ്ങൾ ശ്രദ്ധിക്കല്ലേ. എന്നിട്ട് അതങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു, ഇതുവരെ ഞാൻ പ്രചരിപ്പിച്ച മുഅ്തസിലി വിശ്വാസങ്ങളിൽ നിന്ന് ഈ കുപ്പായത്തിൽ നിന്ന് ഞാൻ ഒഴിവായതുപോലെ ഒഴിവായിരിക്കുന്നു. അതൊക്കെ തെറ്റാണ്. അള്ളാഹ് എനിക്ക് മാപ്പ് തരട്ടെ. ശരിയാക്കിയത് എന്താണ് എന്നുള്ളത് ഞാൻ ഈ കടലാസുകളിൽ കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലഘുലേഖ ശാസ്ത്രിക്ക് വിതരണം ചെയ്തു.
അങ്ങനെയാണ് മുഅ്തസിലി പക്ഷത്തിന്റെ നേതാവായ അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസ് സുന്നത്ത് പക്ഷത്തിലേക്ക് വരുന്നത്. ആ പക്ഷം ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹുവിന്റെ അഖീദയാണ്. നമ്മൾ ഇന്ന് പറയുന്ന പ്രസംഗമൊന്നുമല്ല. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാം അശ്അരി ഇമാമല്ല, ഇമാം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞ അഹ്മദ് ഹംബൽ റളിയല്ലാഹു ആണ്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അശ്അരി ഇമാം ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ചു വളർന്ന മുഅ്തസിലി തണൽ മേഖലയിലാണ്. പിന്നെ മാറി വരുന്നത് അഹ്മദ് റളിയല്ലാഹുവിന്റെ അഹ്ലുസ് സുന്നത്തിലേക്കാണ്. അപ്പൊ ആ ഒരു വിശ്വാസല വന്ന് പിന്നെ കുറെ അങ്ങോട്ട് വന്നിട്ടാണ് അശ്അരി അംബലി എന്നുള്ള അഭിപ്രായ അഹ്ലുസ് സുന്നത്തിലേക്ക് വന്നത്. അപ്പോൾ ഒരു 73ന്റെ ഹദീസ് കടന്നിട്ട് കളിക്കുന്നല്ലോ. കൊല്ലം എത്ര പാർട്ടി വന്നാലും ഒക്കെ 73 എണ്ണം കൂടുതലില്ല. എന്നാ കേൾക്കണോ നിങ്ങൾക്ക്? സത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് ഹക്കാണ്. ഈ 73 പാർട്ടിയും 1-ാം നൂറ്റാണ്ടിൽ തന്നെ വന്നു പോയിട്ടുണ്ട്. ഇനി അഥവാ അതിൽ പെട്ട ഒരു പാർട്ടി ആണെങ്കിൽ തന്നെ അവരോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? അതും കുറച്ച് ആയത്തിൽ കിതാബ് ഓതണം. ഒന്നാമത്തെ കക്ഷി ഏതാണ്? അഹ്ലുസ് എന്ന് വിചാരിച്ച തബ്ലീഗുകാരാ? വ്യതിചലിക്കാത്തത് തബ്ലീഗുകാരാണ്. ഒന്നാമത്തെ തബ്ലീഗുകാരൻ, സമ്പൂർണ്ണമായ തബ്ലീഗുകാരൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് വരെ ലോക അമീർ തബ്ലീഗിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അതാത് പ്രദേശത്തിന് അമീർമാരുണ്ടായിരുന്നു. പോകുന്ന ജമാഅത്തുകൾക്ക് അമീർ വേണമെന്ന് റസൂലുള്ളാഹിന്റെ നിർദ്ദേശമുണ്ട്, അവരനുസരിക്കണമെന്നുണ്ട്. അങ്ങനെ ഒരു അമീറിന്റെ കൂട്ടത്തിൽ ജമാഅത്തായിട്ടാണ് പോലും വരലുമൊക്കെ. ഓരോ പ്രദേശത്തിൽ നോക്കാൻ വേണ്ടി പ്രാദേശിക അമീർമാരുണ്ട്. തബ്ലീഗിന്റെ ലോക അമീറുണ്ട്. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നെ ഉമർ ഫാറൂഖാണ്. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ അതാത് കാലഘട്ടങ്ങളിൽ ലോകാടിസ്ഥാനത്തിൽ നടന്ന കാലമുണ്ട്, ഭാഗ്യമായി നടന്ന കാലങ്ങളുമുണ്ട്. അപ്പൊ ആ പഴയ തബ്ലീഗ് അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ ഹിക്മത്ത് കൊണ്ട് അവനിപ്പോ ഹയാത്താക്കി വന്നപ്പോ ലോകാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. ഇന്റർനാഷണലാണ്. അതിനൊരു അമീറുണ്ട്. ഇന്ന് സായിദ് വാലയാണ് ഈ പ്രവർത്തനത്തിന്റെ അമീർ ഡൽഹിയിലാണ് ഉള്ളത്. ഓരോ പ്രദേശത്തിന് അമീർമാരുണ്ടാവും, പോകുന്ന ജമാഅത്തിന് അമീർമാരുണ്ടാവും. അതില്ലാതിരിക്കാൻ പറ്റില്ല. കാരണം ദീനിന്റെ വിധിയാണ്. പണ്ടേ ദീനിൽ എങ്ങനെയാണോ പദവികളുള്ളത് അത് ഇപ്പോഴും ഉണ്ടായി വരും. അത് മറ്റേ കോലത്തിലല്ല. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജിന്റെ രീതിയല്ല അതിന്. വാമ്രഹും ഷൂറാ ബൈനഹും എന്ന് ഖുർആനിൽ പറഞ്ഞ മുശാവറ. നിങ്ങൾ ജമാഅത്തിൽ പോകൂ. ഞാൻ ഇവിടുത്തെ കാരണന്മാരോട് മുസ്ലിങ്ങളോട് പറയാണ്, ഒന്നും സംഭവിക്കില്ല. നിങ്ങളൊരു 3 ദിവസം പോകുന്ന ജമാഅത്തിന്റെ കൂടെ കൊടുപ്പി 24 മണിക്കൂർ നിങ്ങൾ അവിടെ ചെലവഴിക്കി. എന്നാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന പാഠം, ഒരു പള്ളിയിൽ കയറി തഹയ്യത്ത് നിസ്കരിച്ച് അവിടെ ഇരുന്നാൽ ഇവർ ആദ്യം ചെയ്യുന്ന ഒരു അമലുണ്ട്. ആ അമൽ എന്താന്ന് പറയാം നിങ്ങൾക്ക്? അല്ലാഹു തആല മനുഷ്യൻ പടക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്ത അമലാണ്. അതെന്തായിരുന്നു? മശ്വറ. മശ്വറ എന്ന് പറയും. മലക്കൾ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. മലക്കൾ പറഞ്ഞു അത് വേണ്ടാന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മശ്വറയിൽ ഇരിക്കുമ്പോ അമീറിനോട് അത്ര വലിയ ആളായിരുന്നാലും സദസ്സിന് പറയാനുള്ള അവകാശമുണ്ട്. മസറിന്റെ ഒരു ഉസൂൽ അതാണ്. ഭൂരിപക്ഷം പറഞ്ഞത് തീരുമാനമാകാൻ പാടില്ല. അവസാനമൊക്കെ കേട്ടിട്ട് അമീറിന് എന്താണ് യുക്തമെന്ന് തീരുമാനമെടുത്താൽ അത് ഭൂരിപക്ഷം ന്യൂനപക്ഷം വ്യത്യാസമില്ല, അതിൽ അംഗീകരിക്കണം. ഇതാണ് ഇവർ മശ്വറക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉസൂല്. ഈ ഉസൂല് അള്ളാഹ് ആദ്യം പഠിപ്പിച്ചതാണ്. നമ്മുടെ കമ്മിറ്റിന്റെ അങ്ങനെയല്ല, ഭൂരിപക്ഷം പറഞ്ഞ നിയമാവുന്ന അത് ബാത്തിലാണെങ്കിൽ അത് നിയമാവും. ഇത് അതാവൂല. അള്ളാഹ്ക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ, അള്ളാഹ് ഒരാളെ ഉള്ളൂ. മലക്കൾക്കല്ലേ ഭൂരിപക്ഷം. ഭൂരിപക്ഷം പറഞ്ഞ എന്താ? മനുഷ്യനെ പിടക്കണ്ടെന്നല്ലേ. അള്ളാഹ് പറഞ്ഞെന്താണ്? ഇന്നി ആലവും മാലാത്ത ആലവും, നിങ്ങൾ കുറെ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അമീറിന്റെ തീരുമാനം മലക്കുകളൊക്കെ അംഗീകരിച്ചു. ആദ്യം മശ്വറ പഠിപ്പിച്ചു. പിന്നെ ഈ ജമാഅത്തിന്റെ കൂടെ നിങ്ങൾ പോയാൽ ആദ്യം മശ്വറ ചെയ്ത് അങ്ങ് 24 മണിക്കൂർ ചെലവഴിക്കണമല്ലോ. അതുകൊണ്ട് ഖിദ്മത്തിന് ആരാണ്, ഭക്ഷണത്തിന് ഇന്ന ആള് പറഞ്ഞ ആളെ നിശ്ചയിച്ച്, തൈലീം നടത്താൻ ഇന്ന ആള്, ളുഹൂറിന് ബയാൻ ചെയ്യേണ്ടത് ആരാണ്, ഒരു താറുഫി ബയാൻ വേണമല്ലോ, നമ്മൾ വന്നതിന്റെ ഉദ്ദേശം കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുന്ന ഒരു ബയാൻ, അതിനാരാണെന്ന് മശ്വറയിലൊക്കെ തീരുമാനിക്കണ്ടാവും. മശ്വറ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അമൽ അതാണ്. അല്ലാഹു തആല മശ്വറ ചെയ്ത പണി എന്താണ്? ആദം അലൈഹി ഇസ്ലാമിന് പഠിച്ചിട്ട് തൈലീം നടത്തി. ഇവരും തൈലീം നടത്തും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് താറുഫി ബയാൻ അംബിഹും ബിഅസ്മായി ആവുല എന്ന് പറഞ്ഞില്ലേ, ഈറ്റങ്ങളെ പേരൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞില്ലേ ആദം അലൈഹി ഇസ്ലാമിനോട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഉക്കുലാമിന്ന ഐദു ശീത്തുമാ റഗദാ, നിങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ജീവിച്ചോളി, തിന്നോളി, കുടിച്ചോളി, വലാ തഖറബ ഹാസിറത, അത് തിന്നാൻ പാടില്ല. അപ്പൊ തിന്നേണ്ടത് എങ്ങനെയാണ്, തിന്നേണ്ടത് എന്താണെന്നുള്ള ആദാബുത്താം,
ഭക്ഷണത്തിന്റെ മര്യാദ പഠിപ്പിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് വിടുന്നത്. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന മര്യാദയൊക്കെ പഠിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കും. ഈ ആദ്യം തുടങ്ങുകയാണ് ഈ പരിപാടി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹയാത്താക്കപ്പെട്ടതാണ്. ഈ രീതിയിൽ സമുദായത്തിനെ സംസ്കരിക്കും. അങ്ങനെ ഒന്നാമത്തെ മശ്വറയിൽ തന്നെ ഇവർ പറയും, മശ്വറിന്റെ ആദാബ് വിളിച്ച് പറയുമ്പോൾ പറയും, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് മശ്വറ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് മശ്വറ. ബദറിലെ തടവുകാരെ കൈകാര്യം ചെയ്യേണ്ട കാര്യം പല കാര്യങ്ങളും സഹാബാക്കളോട് കൂടി ആലോചിച്ചിട്ടാണ് ഇത് സജ്ജീകരിച്ചത്. അതുകൊണ്ട് മനസ്സിൽ ഒരു അഭിപ്രായം വന്നാൽ അത് അമീറിനോട് സമ്മതം ചോദിച്ചിട്ട് പറയണം. അതൊരു അമാനത്താണ്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം, എടുത്തിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. നഫ്സിനെ കൊല്ലുന്നുണ്ട നിങ്ങൾ? നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞ് എടുത്തില്ലെങ്കിൽ നമ്മൾ വേറെ സംഘടന ഉണ്ടാക്കിയല്ലേ? അതിൽ എന്തത്തെ കുഴപ്പം? ഇവര് പറഞ്ഞു കൊടുക്കുന്നത് എടുത്താൽ ഞാൻ പറഞ്ഞിട്ടാണല്ലോ പടച്ചവനെ ഇപ്പം എടുത്തത് കൊണ്ട് വല്ല ദോഷം വന്നാൽ ഞാനാവുമല്ലോ അതിന് കാരണക്കാരൻ. അതുകൊണ്ട് ഈ തെറ്റിൽ നീ എന്നെ അകപ്പെടുത്തല്ലേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, കുറ്റബോധം. എടുത്തിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാൻ കഴിച്ചിലായി, ഞാൻ പറഞ്ഞ എടുത്തിട്ടില്ലല്ലോ, മൂപ്പര് പറഞ്ഞല്ലോ എടുത്തത്, അതുകൊണ്ട് എനിക്ക് കുറ്റം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നാട്ടിൽ കുഴപ്പമുണ്ടാവോ? നമ്മളത് അങ്ങനെയല്ല. ഞാൻ അഭിപ്രായം പറഞ്ഞാൽ എടുത്തില്ലെങ്കിൽ ഞാനവിടെ കലാപുണ്ടാക്കും. എന്നിട്ടല്ലേ രണ്ട് സമസ്തയായത്, രണ്ട് കുഴപ്പമുണ്ടായത്, രാഷ്ട്രീയ പാർട്ടി ഭിന്നിക്കുന്നത്, നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നത്. ഈ എല്ലാ കുഴപ്പത്തിന്റെ പരിഹാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ കാര്യത്തിൽ ഇന്നതാണ് എന്ന് പഠിക്കാൻ നിങ്ങൾ അരമണിക്കൂർ ചെലവഴിച്ചാൽ അതിൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം തരും. അങ്ങനെ 24 മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കുമ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ പോണത്, പോയാൽ എന്താ കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോഴല്ലാതെ ഇത് മനസ്സിലാവൂല. പുറത്ത് നോക്കിയാൽ തബ്ലീഗിന് പണ്ടേയുള്ള രോഗമാണ്. മാലി ഹാദർ റസൂലി യംശീ ഫിൽ അസ്വാഖി വയകുലു തആം. ഈ റസൂലിന് തബ്ലീഗുകാരന് സന്ദേശം എത്തിക്കാൻ പോകുന്ന ആൾക്ക് എന്ത് പറ്റി? അങ്ങാടി കൂടൊക്കെ ഇങ്ങനെ നടക്കാം, വെച്ച് തിന്നുകൊണ്ട് നടക്കാം. നമ്മൾ പറയാറുണ്ടല്ലോ, എല്ലാവരും പറയണത് യകുലു തആം, തിന്നോണ്ട് ഇങ്ങനെ യംശീ ഫിൽ അസ്വാഖി, അങ്ങാടി കൂടൊക്കെ ഇങ്ങനെ നടക്കാം. എന്തിനാ മക്കളെ ചുട്ടു വെച്ച അപ്പം ഇങ്ങനെ കൊണ്ടുപോയി വെക്കണ്? ആൾ ഇങ്ങോട്ട് വരൂലേ? നമ്മൾ ഇവിടെ തന്നെ കുതിരുന്നാ പോരാ നമ്മളെ കൗല്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരായി ജനങ്ങളെ തെരച്ച് അങ്ങാടിയിലൊക്കെ നടക്കാതെ തുടങ്ങി. ഒരു പ്രത്യേക രീതിയിൽ ആഹാരം കഴിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇവർ കണ്ട എന്താണ്, ഇതിങ്ങനെ വെച്ച് തിന്ന് നടക്കുക, ആർക്കും കൊടുക്കുക, ഓല് സ്വന്തം വെച്ചെന്നു, അങ്ങനത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞ് കളിയാക്കി. ഇത് അന്നേ കളിയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല മറുപടി പറഞ്ഞ മുമ്പ് കഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ആഹാരം കഴിച്ച് ഊരു ചുറ്റിയവരാണ്, തെരുവിലൂടെ നടന്നവരാണ്. ഖുർആനിൽ കാണാം. പിന്നെ ഒരു കൂട്ടര് അവർ കിതാബിന്റെ അഹലുകാരാണെന്നാ പറയാ. അഹ്ലി കിതാബ, ഞങ്ങളാണ് വിവരമുള്ളവർ, ഞങ്ങൾ കിതാബ് സുന്നത്തിന്റെ ആൾക്കാർ. ഈ തബ്ലീഗുകാര് വാറോല വായിക്കലാണോ അവരെ പണി? ഈ അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളൊക്കെ അതാണെന്ന് പറഞ്ഞിട്ട് ഇൻഹിയ ഇല്ല അസാതീറുൽ അവ്വലീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തബ്ലീഗ് പ്രവർത്തനത്തെ പരിഹസിച്ചത് അന്നത്തെ അഹ്ലി കിതാബ് പറഞ്ഞത് ഇൻഹിയ ഇല്ല അസാതീറുൽ അവ്വലീൻ, അത് പൂർവ്വന്മാരുടെ വാറോലകളാണ്, അടിസ്ഥാനരഹിതമായ കെട്ടുകഥകൾ പറഞ്ഞ് ജനങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാണ്, അശാസ്ത്രീയമാണ് അത് എന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്തി ഒരു കൂട്ടം ആൾക്കാർ. ഇങ്ങനെ പല രീതിയിലും തായിഫുകാരെന്ത് ചെയ്തു? അവിടെ ചെന്നപ്പോ കല്ലെടുത്തിട്ട് എറിഞ്ഞു പറഞ്ഞയച്ച്. നമ്മുടെ ഇതൊക്കെ പ്രസംഗിച്ച് മദ്രസക്ക് വായിച്ചേൽപ്പിക്കണില്ലേ? നമ്മൾ ചിന്തിക്കണ്ടേ? ആദരവാ റസൂലുള്ളാഹി തെറ്റ് ചെയ്യൂല, മാസൂമാണ്. എറിഞ്ഞവരെടുത്താണ് തെറ്റ്. അവരെന്തിനാ? അവരെല്ലാരും അറിയില്ലല്ലോ. എന്താ റസൂലുള്ളാഹി എറിഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തബ്ലീഗ് എറിഞ്ഞ് ആട്ടി ഓടിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണെന്ന് അവർക്ക് വിശ്വാസമുള്ള ആലിമീങ്ങളും ഉമറാക്കന്മാരും പ്രമേയം പാസാക്കി അവിടെ പ്രചരിപ്പിച്ച് ആ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതല്ല എന്ന് മനസ്സിലാക്കേണ്ട അടുത്തേക്ക് വരാനും കൂടി സാധിക്കണില്ല. ഖുർആൻ കേൾക്കാൻ പാടില്ല. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൂ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ. അഥവാ ഓതുകയാണ് നിങ്ങൾ ബഹളം കൂട്ടിക്കോളി, അണികളോട് പറഞ്ഞു കൊടുത്തു, എന്നാലേ നിങ്ങൾ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ കമ്മിറ്റി പൊളിഞ്ഞു പോകും, പ്രസ്ഥാനം പൊളിഞ്ഞു പോകും, ഇവർ വളർന്നാൽ എന്ന രീതിയിലാണെന്ന് പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണല്ലോ ഉമർ ഖത്താബ് ലേശം കട്ട് കേട്ടമാതിരി കേട്ടിട്ട് ഇത് ഹക്കാന്ന് മനസ്സിലാക്കിയിട്ട് കൊല്ലാൻ പോയ ഉമർ ഖത്താബ് ആ വാള് ഉറയിലിടാതെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയുള്ള മുസ്ലിമുകളുടെ കൂടെ അന്ന് പരസ്യമായി കഅബയിലേക്ക് ഇറങ്ങിയില്ലേ? ഉമ്മ മകൻ മരിച്ചു എന്നുള്ള ദുഃഖത്തിൽ കരയണമെന്ന് ഉദ്ദേശമില്ലാത്തവർ മാത്രം ഞങ്ങളെ തടയാൻ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അല്ലേ ഉമർ ഖത്താബ്? എന്നിട്ട് ആ ഉമർ ഖത്താബിനെ പോലത്തെ ശുദ്ധഗതിയുള്ള മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ട പോകുന്ന മനസ്സുണ്ടാക്കി തീർത്ത അന്നത്തെ മൗലവിമാരെ പറ്റി എന്ത് പറയാനാ? അന്നത്തെ ഉമറാക്കന്മാരെ പറ്റി അന്നത്തെ വായാടികളെ കുറിച്ച് എന്ത് പറയണം? എന്നിട്ട് തായിഫിൽ ചെന്നപ്പോഴത്തേക്ക് അഡ്വാൻസായി അവിടെ തെറ്റിദ്ധരിപ്പിച്ച് അത് പണ്ടത്തെ മുഹമ്മദ് ഒന്നല്ല, അല്ലമീനൊന്നല്ല, ആകെ കള്ളനാണ്, ഭ്രാന്തനാണ്, മുൻഗാമികളെ കുറ്റം പറയുന്നവനാണ്, പുറമെ തരക്കല്ലെങ്കിൽ ഉള്ളു മോശമാണ്, പുറമെ തെറ്റ് കാണാണ്ടാവില്ല, റസൂലുള്ളാഹി ചെയ്യില്ല. അത് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മോശമുണ്ട്. അതൊന്നും മനസ്സിലാവില്ല, നാളെ മനസ്സിലാവും.
തലശ്ശേരിയിൽ സുബീർ ഹാജി അള്ള കുറച്ച് നിയമത്ത് കൊടുത്തൊരു മുതലാളിയാണ്. പ്രാദേശികമായ വേറൊരു മുതലാളിക്ക് അയാളുടെ അസൂയ വന്നു. അപ്പൊ അയാളൊരു തബ്ലീഗുകാരനായതുകൊണ്ട് EK അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടുവന്നിട്ട് വിമർശനം വെച്ചിട്ട് അയാളൊന്ന് പൊട്ടിക്കാം എന്ന് മനസ്സിലാക്കി. അപ്പൊ പെരിങ്ങാടി പള്ളിയിൽ തബ്ലീഗ് പരിപാടി നടന്നപ്പോൾ പകരം ഒരു വിമർശന പരിപാടിയോട് വെക്കാൻ ശംസുൽ ഉലമയെ തന്നെ കൊണ്ടുവന്നു. മമ്മുക്കാദി എന്ന് പറഞ്ഞ വയസ്സായ ഒരു കാദിന്റെ നിയന്ത്രണത്തിലാണ് പള്ളി. അദ്ദേഹത്തിന്റെ വീട് കുറെ ഉയരത്തിലാണ്. ശംസുൽ ഉലമ കയറി അയാളടുത്ത് പോയി പള്ളി സംബന്ധം ചോദിക്കാൻ. പള്ളി ഒന്ന് അനുവദിക്കണം, തബ്ലീഗിനെ പറ്റി കുറച്ച് പറയും. തബ്ലീഗിൽ ഞാനൊരു തെറ്റും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ മമ്മുക്കാദിയാൻ അത് വഹാബിസമാണ്. അത് നിങ്ങൾ എങ്ങനെയാ പറഞ്ഞാൽ ശരിയാകാം? സുബൈറാജിന്റെ അമ്മന്റെ 40 ഞാനല്ലേ യാസീൻ ഓതാൻ പോയെന്ന് പറഞ്ഞ അതിപ്പോ ഇന്ന് അങ്ങനെ മനസ്സിലാവില്ല, ഭാവിയിൽ അത് വരുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ മമ്മുക്കാദി പറഞ്ഞു, എന്നാ നിങ്ങളെ കാലിന്റെ തൊടയിനിടെ ഒരു സാധനം ഉണ്ടല്ലോ, അത് സിനാ ചെയ്തു എന്ന് വിചാരിച്ച് ഇപ്പൊ തന്നെ മുറിച്ച് കളയണ്ടേന്ന്. അതൊക്കെയാണ് അതിന് മറുപടി. ആൾക്കാർ ഇതിൽ വന്ന് ജീവിതമൊക്കെ തീർന്നു പോയി. ഇനി ഇതുവരെ പറയാത്ത ഇനി നാളെ പറയാൻ പോവാ. പാവങ്ങൾ നിരപരാധികളാണ് കേട്ടോ. ബഹുമാനപ്പെട്ട കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ അവരോട് ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞിട്ട് കോളേജ് മാഗസീനിൽ കൊടുത്തൊരു ലേഖനം 5000 കോപ്പി മഞ്ചേരി പ്രസിൽ അടുപ്പിച്ചിട്ട് മലപ്പുറം സുന്നി സമ്മേളനത്തിൽ ₹1 വെച്ച് വിതരണം ചെയ്തപ്പോൾ ഒന്ന് ഞാനും വാങ്ങി. അവ നോക്കുമ്പോൾ അതിലെന്താണെന്നറിയോ, ഞങ്ങൾ 4-5 ആളെ പുസ്തകം പരിശോധിക്കാൻ വേണ്ടി ഏൽപ്പിച്ച് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ റഷീദ് അഹമ്മദ് ഗംഗോഹി അസ്സലാമു അലൈക അയ്യോ നബി എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നു വിചാരിച്ചാൽ അത് കുഫറാണ് എന്ന് പറഞ്ഞു, തെറ്റാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞത് പരിശോധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാഗം മറുപടിയാണ്. ഈ 5000 കോപ്പി വായിച്ച ആൾക്കാരൊക്കെ പോയായിരുന്നു. കാരണം കോട്ടുമല പറഞ്ഞാലെന്ന് വിചാരിച്ചു. അദ്ദേഹം നിരപരാധിയാണ് കേട്ടോ. അപ്പൊ ഞാനതിൽ നിന്ന് എടുത്തു നോക്കി അതിലെങ്ങനെ ഉണ്ടോന്ന് നോക്കുമ്പോൾ ഒരു ചോദ്യത്തിന് വിശദമായ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കെ അഗർ യേ അഖീദ കരെ കെ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് സുൻതേ ഹേ തോ കുഫ്ർ ഹേ, ഇങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ, വേറെ പോലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം കേൾക്കും അയ്യോ എന്ന് പറഞ്ഞാൽ അത് അനിസ്ലാമികമാണെന്നായി പറയണം. അപ്പൊ ഹുദ് എന്നുള്ള വാക്കിന് സ്വയം എന്ന അർത്ഥം. അപ്പൊ അല്ലാതെ ആരും സ്വന്തം കേൾക്കൂല. അതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. നിങ്ങൾ കേൾക്കുന്നത് അള്ളാഹ് കേൾപ്പിച്ചിട്ടാണ്, ഞാൻ കേൾക്കുന്നത് അള്ളാഹ് കേൾപ്പിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കേൾപ്പിക്കാൻ അള്ളാഹു മലക്കളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത രീതിയിലും അള്ളാഹു തആലാക്ക് കേൾപ്പിക്കാം. അള്ളാഹ് കേൾപ്പിച്ചാലേ റസൂൽ കേൾക്കുള്ളൂ. അള്ളാഹ് കേൾപ്പിക്കുകയും ചെയ്യും. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അറിവില്ലാത്ത ആളുടെ ചോദ്യത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വയം കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അത് മോശമാണ്, തെറ്റാണ് എന്നാണ് അതിൽ പറയുന്നത്. ഈ സ്വയം എന്നുള്ള വാക്ക് അന്നും ഇന്നും ആ കിതാബിലുണ്ട്. പക്ഷേ കോട്ടുമലിന്റെ പരിഭാഷയിൽ കേൾക്കുന്നു മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി കേൾക്കുന്നു വിശ്വസിച്ചാൽ കുഫറാണെന്നാണ് പറയുന്നത്. അങ്ങനെ അതിലില്ല. അതിന് ഞാൻ കോട്ടുമലിനെ കുറ്റം പറയില്ല. മരിക്കുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉറുദു അറിഞ്ഞുകൂടാ? അദ്ദേഹത്തിന്റെ കൂടെയുള്ള പണ്ഡിതന്മാർക്ക് ഉറുദു അറിഞ്ഞുകൂടാ? 5 പേരെ തെരഞ്ഞെടുത്തതിൽ 4 പേരും ഉറുദു കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തവരാണ്. മർഹൂം വാണിയമ്പലം മുത്തറഹ്മസ്ലാം മാത്രമാണ് ഉറുദു കൈകാര്യം ചെയ്യാൻ കഴിവുള്ളത്. പക്ഷെ അന്നത്തെ സെക്രട്ടറി പറയുന്നതിനെതിരെ അയാൾക്ക് ചെയ്യാൻ കഴിയൂല. വാഫയ്ക്ക് തങ്ങൾ ഈ തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞപ്പോ തങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് 5 ആളെ തെരഞ്ഞെടുത്തു. അത് 4 ആളും മരിച്ചുപോയി. ഞാൻ പറയുന്നത് കളവാണോ അല്ലെന്ന് അറിയാൻ വേണ്ടി ഇത്ര ആൾക്കാർ ധീരരായ പൂക്കൂട്ടുകാരെ മുമ്പിൽ വെച്ചാൽ പറയുന്നത്. ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹമാണ് AP സുന്നിയുടെ പ്രസിഡന്റായ ഉള്ളാളം തങ്ങൾ. ഇപ്പം പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്താണ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്നൊക്കെയാണ് പറയാം. അറബികൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ മാറ്റിയാന്ന് പറഞ്ഞാൽ കൊട്ടായൻ മസ്ലഹത്ത് ഉണ്ടാകാം. നിങ്ങൾ ഈ പുസ്തകമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവാ, അദ്ദേഹത്തിന് ഉറുദു അറിയുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്താ, അപ്പൊ മൂപ്പരെന്തൊരു പരാതിയായിരിക്കും? അറിഞ്ഞുകൂടാ? ഇത് ജനങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പൊ ഒരാള് ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്, കൽപ്പിച്ചുകൂടി ചെയ്താണ്. അതുകൊണ്ടാണ് ഉറുദു അറിയാത്തവരെ നോക്കാനാക്കിയത്. അറിയുന്നവരെ നോക്കുമ്പോ സ്വയം കേൾക്കാന്നുള്ളതിൽ കാണുമ്പോൾ തെറ്റ് കാണാൻ കഴിയില്ലല്ലോ. അവ തെറ്റാക്കി കാണിച്ചിട്ട് ഒരു വലിയ കാര്യം നേടാണ്ടായിരുന്നു. അതെന്താണെന്നും കൂടി ജിജ്ഞാസ വളർന്നുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. കേരളത്തിന്റെ ഒരു വീരപുത്രൻ, ആധ്യാത്മിക ലോകത്ത് പാണ്ഡിത്യത്തിന്റെ പടവുകൾ കടന്നുപോയ ഒരു മഹാൻ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹദ്രത്ത്. കേരളത്തിലെ മിക്ക MFP ഉസ്താദന്മാരുടെയും ഉസ്താദാണ് അദ്ദേഹം. പല ഉമറാക്കന്മാരുടെയും ഉസ്താദന്മാരുടെയും ആത്മീയ ഗുരുവാണ് അദ്ദേഹം. എന്റെ സ്നേഹിതൻ AP അബൂബക്കർ മുസ്ലിയാർ
66 കണ്ണൂരിലെ കാടാച്ചിറ പള്ളിയിൽ വെച്ചാണ് അദ്ദേഹത്തോട് ആത്മീയമായി ബൈഅത്ത് ചെയ്തത്. 65 തബ്ലീഗ് പ്രസ്ഥാനം തെറ്റാണ് എന്ന് സമസ്ത തീരുമാനമെടുക്കുന്നത്. അതിന്റെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അതെന്തിനാണ് എടുത്തതെന്ന് അറിയാക്ക് ഈ ഷെയ്ഖ് ഹസൻ ഹദറത്തിനെ പട്ടിക്കാട് ജാമാനയുടെ പണി തീർന്നപ്പോൾ ഇവിടെ പ്രിൻസിപ്പളായിട്ട് ക്ഷണിക്കുകയും അദ്ദേഹം ചാർജ് എടുക്കാൻ വേണ്ടി വരികയും ചെയ്തു. ആ ആഴ്ചയിൽ പെട്ടെന്നൊരു പുസ്തകം ഇറങ്ങി, ഷെയ്ഖ് ഹസൻ മൗലവിയും തബ്ലീഗ് ജമാഅത്തും. പുസ്തകമാണ് ഇറങ്ങിയത്. എന്നമാതിന്റെ പേരിലാണെങ്കിലും വളരെ സമർത്ഥനായ ഒരു പണ്ഡിതനാണ്. അന്നത്തെ ആക്ടിംഗ് പ്രിൻസിപ്പൽ E.K. അബൂബക്കർ മുസ്ലിയാരായിരുന്നു. ആ പുസ്തകത്തിന്റെ കോപ്പി കോളേജ് കമ്മിറ്റി മെമ്പർമാർക്കാണ് കിട്ടിയത്. അതോടുകൂടെ ഷെയ്ഖ് ഹസൻ ഹദറത്ത് ഇതിനെപ്പറ്റി ആശയക്കുഴപ്പം വരികയും അദ്ദേഹം പ്രിൻസിപ്പൾ ആകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും ആക്ടിംഗ് പ്രിൻസിപ്പൾ സ്ഥിരം പ്രിൻസിപ്പൾ ആവുകയും ചെയ്തു. ഈ രോഗം പിന്നെ വരാതിരിക്കാൻ പറ്റിയ പണിയാണ് സമസ്തയിലൊരു തീരുമാനം എടുത്താൽ പിന്നെ അടുത്ത കൊല്ലം മുസ്ലിംമാർ ഇയാളെ താങ്ങി പിടിച്ച് കൊണ്ടുവരില്ല. അങ്ങനെ തീരുമാനം ഓർഡിനറി മീറ്റിംഗിൽ തീരുമാനം അജണ്ടയിൽ എഴുതി വെച്ചപ്പോൾ മർഹൂം ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, തബ്ലീഗിന്റെ മേൽ കൈവെക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ അവരുടെ പുസ്തകത്തിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാ നിങ്ങൾ എല്ലാ പുസ്തകവും വരത്തി നല്ലപോലെ പഠിച്ച് അതിലുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടെന്ന് പറയാവൂ എന്ന് പറഞ്ഞപ്പോ പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി എടുത്തതാണ് ഈ ആൾക്കാരെ. ബഹുമാനപ്പെട്ട സമസ്തയിൽ ഉറുദു കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ധാരാളം ആൾക്കാരുള്ളപ്പോൾ ഉറുദു അറിയാത്ത